ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ 5 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്ന് ആദ്യം ഫോണിൽ പാട്ട് വയ്ക്കുവേ. പാട്ട് വെച്ചതിന് ശേഷം ഇച്ചിരി ഇളം ചൂടുവെള്ളം ആദ്യം ഞാൻ കുടിക്കും. കാരണം ശരീരമൊക്കെ കാരണം നല്ല രീതിക്ക് മഴ പെയ്യണുണ്ട്. എന്നിട്ട് അടുപ്പിലെ ചാരമൊക്കെ മാറ്റിയിട്ട് അടുപ്പിൽ തീ കൊളുത്തി. കാരണം നമുക്ക് ആദ്യം ചോറിനുള്ളത് അടുപ്പത്തോട്ട് വെക്കണം കേട്ടോ. അപ്പോൾ തണുപ്പായതുകൊണ്ട് കത്തി വരാൻ പാടുണ്ട്. എന്നാലും ഞാൻ ഇച്ചിരി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കൊടുത്താൽ പെട്ടെന്ന് കത്തി കയറും. പിന്നെ ഇത് നമ്മുടെ പാൽപാത്രമാണ്, അതെടുത്തുകൊണ്ട് വെച്ചു. കാരണം പ്രമോദട്ടൻ പോയി പാല് മേടിച്ചിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിക്കാണ്. മെഴുക്ക് പുരട്ടിയല്ല തോരൻ. ഇത് മെഴുക്ക് പുരട്ടിയതിന് ശേഷം ഇച്ചിരി തേങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് തോരനാവുക. അപ്പോഴേക്കും കറണ്ട് പോയി, 2-3 പ്രാവശ്യം കറണ്ട് പോയി. പിന്നെ മഴയായതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് സാലഡൊന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് തണുപ്പായാലും കുഴപ്പമില്ല, ഇച്ചിരി സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കൊതിയായി കഴിക്കാൻ. പിന്നെ ചൂര മീൻ ഇന്നലെ വാങ്ങിച്ച് ഫ്രീസറിൽ വെച്ചതുകൊണ്ട് കട്ടയായിട്ടുണ്ട്. അതിന് വെള്ളം ഒഴിച്ച് വെച്ചു. പിന്നെ നമുക്ക് അവിയലിനുള്ള പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ച്, പിന്നെ അതിനുള്ള മീനിനും അവിയലിനും പിന്നെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഉള്ള തേങ്ങ തിരുമ്മിയെടുത്തു. അവിയലിന് കൂട്ടരയ്ക്കാനായിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. ഞാൻ കുക്കറിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കണ്ടിട്ട് ഈ അരപ്പും ഇട്ട് നമ്മുടെ പച്ചക്കറിയും ഉപ്പും എല്ലാം കൂടെ ഇട്ട് ഒരൊറ്റ വിസിൽ മതി, നമ്മുടെ അവിയൽ റെഡിയാവും. വെണ്ടയ്ക്ക് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തക്കാളിക്കൊക്കെ ചേർന്നതുകൊണ്ട് അതിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട അവിയലിന്. മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. നിങ്ങളുടെ അങ്ങോട്ടുമൊക്കെ മഴയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാം കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മഴയാണല്ലോ ഇപ്പോൾ. പിന്നെ മീൻകറിക്കുള്ള തേങ്ങ വറുത്തെടുത്ു. പിന്നെ ശ്രീതുമൊക്കെ ഉറങ്ങുന്നുണ്ടപ്പോൾ എനിക്കും കൊതിയായി കേട്ടോ കിടന്ന് ഉറങ്ങാൻ. മഴയിൽ ഉറങ്ങാൻ നല്ല സുഖമല്ലേ. പിന്നെ മാങ്ങയൊക്കെ ഇട്ട് നമ്മുടെ ചൂര കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പുട്ടാണ്. ദേവുവിന് ഇനി എന്തെങ്കിലും ഉണ്ടാക്കണം. ഞാൻ ഇച്ചിരി ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ദേവുവിനും. പിന്നെ അമ്മയും മോളും കൂടെ തണുപ്പ് പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏകമുള്ള കൂട്ടുകാരെ അവരാണ് കേട്ടോ. കാരണം നമ്മുടെ അടുത്തൊന്നും ആരും ആ സമയത്ത് എഴുന്നേൽക്കില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ചില ദിവസം എനിക്ക് പേടി തോന്നും. ഈ കറണ്ടൊക്കെ പോകുമ്പോഴാണ് പേടി തോന്നുന്നത്. അപ്പോൾ ഇവരുള്ളത് കൊണ്ട് എനിക്ക് അത്ര ഇത് തോന്നില്ല. പിന്നെ ഇന്ന് കറണ്ട് പോയപ്പോൾ എനിക്ക് പേടിയായി കേട്ടോ. കാരണം നല്ല ഇരുട്ടായിരുന്നു. പിന്നെ നമ്മുടെ കിണറ്റിലെ വെള്ളേ നമ്മുടെ മോട്ടറിൻ്റെ അടുത്ത് എത്തിയേ. കാരണം നല്ല ആഴമുള്ള കിണറാണ് ഞങ്ങളുടേത്. പക്ഷേ ഇപ്പം വെള്ളം കയറി മോട്ടറിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ അരി പാകമായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനെ വാർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ശ്രീദേവ് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്.